Esteemed guest of this day, Dr. B. Ashok, IAS, Father Matthew Karitra, CMA, the principal of this institution, Father Jose Parkert, CMI director, and the esteemed guests on the dais and invitees of all those who assembled here from different parts of this place. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് ഭാരതത്തിൻ്റെ 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചിരിക്കുകയാണ്. ഈ ദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. തന്നെയുമല്ല, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 30 വർഷം തികഞ്ഞിരിക്കുന്ന ഒരവസരം കൂടിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലും അതോടൊപ്പം തന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിലും ഒക്കെ സൂചിപ്പിച്ചു ഇതിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച്. ദീർഘമായ 30 വർഷക്കാലം 3 decades വളരെ ലളിതമായ രീതിയിൽ തുടങ്ങി ഇത്രയും ഒരു ഔന്നത്യത്തിലേക്ക് ഇതെത്തിക്കുന്നതിന് സാധിച്ചുവെങ്കിൽ തീർച്ചയായും ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ജനങ്ങളുടെ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ ജഗദീശ്വരൻ്റെ അനുഗ്രഹവുമാണ് എന്നുള്ളത് ഈ തരുണത്തിൽ സ്മരിക്കുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തന്നെയുമല്ല, ഇന്നത്തെ ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാമായ, അതായത് പ്രിൻസിപ്പൽ മിസ്റ്റർ കരീത്തര ഫാദർ കരീത്തര എന്ന് പറയുന്നത് ഞങ്ങളൊരു കുടുംബാംഗം തന്നെയാണ്. നിങ്ങളെല്ലാം ഒന്നായി ചേർന്ന് നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കിരിക്കുന്ന ഈ ഒരു സെക്ടറിലെ കാര്യങ്ങൾ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയെന്ന് പറയുന്നത്, ക്ഷണത്തിൽ തന്നെ അദ്ദേഹം ചോദിച്ചു, മാം എങ്ങനെയാണ് ഒരു ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് തന്നാൽ അതിലെന്തെങ്കിലും വിഷമമുണ്ടോ എന്നോട് ചോദിക്കുകയുണ്ടായി. എനിക്കൊരു ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് തന്നെയല്ല, ഒരു സാധാരണ ആളായിട്ട് ഇവിടെ വരുന്നതിനാണ് കൂടുതൽ ഇഷ്ടം. കാരണം അത്രയും നല്ലൊരു ആത്മബന്ധം ഞാൻ ഈ സ്ഥാപനത്തോട് വെച്ച് പുലർത്തുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ഓർമ്മിക്കുകയാണ്, ഞാനൊരു കുട്ടിയായിരുന്ന കാലത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ സ്കൂളിലെ ഒരു വിശിഷ്ട അതിഥി വന്ന്, ആരുമല്ല പ്രൊഫസർ MB മന്മഥൻ, അന്ന് MG കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. നിങ്ങൾക്കൊന്നും അറിയുമെന്ന് എനിക്കറിയില്ല, പുതിയ ജനറേഷനൊന്നും അങ്ങനെ അറിയാൻ സാധ്യമല്ല. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ആനുവൽ ഡേയുടെ വാർഷികത്തിൻ്റെ വിശിഷ്ട അതിഥി. അത് ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ എൻ്റെ ഫാദറായിരുന്നു, എൻ്റെ അമ്മയും അവിടുത്തെ അധ്യാപികയായിരുന്നു. അപ്പം എനിക്കൊരു പ്രത്യേക ഒരു പൊസിഷനൊക്കെ കിട്ടും അധ്യാപകരുടെ മക്കളെന്ന നിലയിൽ. അപ്പോൾ ആ ഡയസിലെ ഒരു കോർണറിൽ ഞാനും അങ്ങനെ ഒരു അതിഥിയോടൊപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പാടിയ ഒരു വാക്ക് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്, പഠിച്ച് 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 നീ ഒരു മിടുക്കനാകണം, വളർന്ന് 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 നീ ഒരു വസന്തമാകണം എന്ന് ഒരു കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ട് ഒരമ്മ പാടുന്ന ഒരു രംഗം അദ്ദേഹം പാടി അവതരിപ്പിച്ചപ്പോൾ അതന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇന്നും അതേപോലെ പച്ച പിടിച്ച് നിൽക്കുകയാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളുടെയും മനസ്സിൽ ഒരുപക്ഷെ പാടി അങ്ങനെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നില്ലെങ്കിലും അതൊരു കാലഘട്ടമായിരുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാർ കുളിപ്പിച്ച് കിണറിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുവന്ന് നിർത്തി വെള്ളം കോരി അവിടെ വെച്ച് തന്നെ നിന്ന് കുളിപ്പിച്ച് അത്യന്താധുനികമായ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പാടി ഒരു കുഞ്ഞിനെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് അയക്കുന്ന ഒരു അമ്മയുടെ മനസ്സ്, അതിന്നും എന്നും അമ്മയുടെ മനസ്സൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ പാടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെൻ്റെ മനസ്സിലങ്ങനെ പച്ച പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇന്നിവിടെ ഈ ഒരു വാർഷികാഘോഷത്തിൽ വന്നിരിക്കുന്ന കുഞ്ഞുമക്കളൊക്കെ തന്നെയും ഒരുപക്ഷെ ഇവിടെ നിന്ന് പറയുന്ന പല വാക്കുകളും അവരുടെ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലുമൊക്കെ വന്ന് ഒന്ന് കൊണ്ട് തറച്ചവിടെ ഇരിക്കും. വർഷങ്ങൾക്ക് ശേഷം മാത്രമേ അതിൻ്റെ ആ ഒരു ഗൗരവം അവർ പറഞ്ഞത് എന്തായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയുള്ളൂ. ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് നോട്ട് സ്റ്റഫിങ് ദ ബ്രെയിൻ ബട്ട് ട്രെയിനിങ് ദ മൈൻഡ്. അതാണ് ഇന്നത്തെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി
2020 കൂടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നോട്ട് സ്റ്റഫിംഗ് ദ ബ്രെയിൻ ബട്ട് ട്രെയിനിങ് ദ മൈൻഡ്. ഒരു സമസ്ത വികസനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഉദാഹരണം പറഞ്ഞാൽ, എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു കഴിവില്ലാത്ത ഒരു കുട്ടി ഉണ്ടാവില്ല. ഏതെങ്കിലും രീതിയിലുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും. ആ കഴിവിനെ കണ്ടെത്തി പരിപോഷിപ്പിച്ചു കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നത് വിദ്യാലയത്തിൻ്റെയും, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ അതിലേക്ക് തയ്യാറെടുപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് രക്ഷകർത്താക്കളുടെയും ചുമതലയാണ്. ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നമുക്ക് പല പോരായ്മകളും കാണാൻ കഴിയുന്നുണ്ട്. കാരണം കുട്ടികളുടെ കഴിവിനെ എന്താണ് എന്ന് മനസ്സിലാക്കാതെ രക്ഷിതാക്കൾ വളരെയധികം ഫോഴ്സ് ചെയ്ത് കമ്പല് ചെയ്ത് ഓരോ മേഖലയിലേക്ക് അവരെ കടത്തിവിടുമ്പോൾ അവരുടെ പ്രവർത്തന മേഖലയിൽ പരാജയപ്പെട്ടു പോകുന്നു. ഒരുപക്ഷെ പകുതിക്ക് വെച്ച് തന്നെ അത് നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് പല കാര്യങ്ങളും ഇവിടെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പഠിച്ച കാലഘട്ടത്തിനെക്കുറിച്ച്, അദ്ദേഹം വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച്, ഇന്നത്തെ പ്രവർത്തന ശൈലികളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. മാറി വരുന്ന സമൂഹത്തിന് അനിവാര്യമായിട്ടുള്ള ശാശ്വത മൂല്യങ്ങൾ നമ്മളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം ചിട്ടയോടുകൂടിയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. കാലം എത്ര വളർന്നാലും, ലോകത്തിൽ എന്തെല്ലാം പരിഷ്കാരങ്ങളുണ്ടായാലും, എന്തെല്ലാം നേട്ടങ്ങൾ ആഗോളതലത്തിൽ കൈവരിച്ചാലും, മാനുഷിക മൂല്യങ്ങളില്ലാതെ വളരുന്ന ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിത്വമാകാൻ സാധ്യമല്ല എന്ന സത്യം നമ്മളുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി ആ ഒരു തലത്തിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് നമ്മളുടെ മക്കളെ തിരിച്ചുവിടാത്ത പക്ഷം ഇന്ന് നമുക്ക് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഒന്നൊന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവരിടെ എന്ന വണ്ണം അച്ഛനമ്മമാരെ മക്കൾ കൊല്ലുന്നു, മക്കളെ അച്ഛനമ്മമാർ കൊല്ലുന്നു. അനുദിനം, ഒരുപക്ഷെ പണ്ടൊരിക്കലൊന്നും ഇങ്ങനെയൊന്നും കേൾക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് ജനിച്ചപ്പോൾ തന്നെ അമ്മ താങ്ങിപ്പിടിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ന് കുട്ടികൾ കണ്ടു വളരുന്നത് കൊലപാതകങ്ങളാണ്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നില്ല. പക്ഷെ എല്ലാം മാറി. അങ്ങനെ കുട്ടികളുടെ മനസ്സ് നിരന്തരം മരവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മരവിച്ച മനസ്സിനെ ഡൈല്യൂട്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറച്ചുകൂടി സ്നേഹത്തോടും വളരെ പരിചരിച്ച് സത്യസന്ധതയോടുകൂടി മൂല്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത്, വളരെ ലളിതമായിട്ട് ഞാൻ പറയുകയാണ്, അവരുടെ മനസ്സിനെ, അവർക്ക് ഒരിക്കലും ഒരു ടെൻഷനില്ലാതെ അവരുടെ ഒരു ഫ്രീ മൈൻഡിലേക്ക് അവരെ കൊണ്ടുവന്ന് കാര്യങ്ങൾ പറഞ്ഞ് പ്രാപ്തരാക്കിയെടുക്കാൻ ശ്രമിക്കുക. വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ വളരെ ചെറിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയെടുക്കുന്നതിന് രക്ഷിതാക്കൾ തയ്യാറാകണം. അതേപോലെ കുഞ്ഞുങ്ങളും അച്ഛനമ്മമാർ പറയുന്ന കാര്യങ്ങൾ എന്തോ അതിനെ, അവരുടെ വാക്കുകളാണ് ഏറ്റവും വലുത്. അതല്ലേ മനുസ്മൃതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാ ഗുരു ദൈവം ഉപാധ്യായാൽ ദശാചാര്യ ആചാര്യാനാം ശതം പിത സഹസ്രം തു പിതൃമാതാ ഗൗരവേനാരരിച്ചത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനുസ്മൃതിയിൽ എഴുതി വെച്ചു. ഇന്ന് അതൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ വെറും എഴുതി വെക്കുന്നത് മാത്രമായി അവശേഷിച്ചിരിക്കുന്നു. മാറ്റം അനിവാര്യമായിരിക്കുന്നു. പരസ്പര ബഹുമാനവും സ്നേഹവും ഗുരുശിഷ്യ ബന്ധവും എല്ലാം വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ then only the purpose will serve. എങ്കിൽ മാത്രമേ പർപ്പസ് സെർവ് ചെയ്യുകയുള്ളൂ എന്ന സത്യം മക്കളോട് പറഞ്ഞു വളർത്തിയെടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകുക. അതോടൊപ്പം തന്നെ മക്കൾക്കും വലിയൊരു ദൗത്യമാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, ഈ മക്കളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന അച്ഛനമ്മമാർ, അവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുന്നതിനും അവർ തയ്യാറാണ്. മക്കൾക്ക് വേണ്ടി അവരെന്ത് പറഞ്ഞു കൊടുത്താലും അവർ ചെയ്തു കൊടുക്കാൻ സന്നദ്ധരാണ്. പക്ഷെ നമ്മളുടെ കടമ കൃത്യമായി പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മക്കളും തയ്യാറാകണം. ഞാനിതിപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ എല്ലാം അറിയാം, നിങ്ങളോടൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഇന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു ശബ്ദമുണ്ട്, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഞാനിത് പറയുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. എനിക്ക് I had the rarest of the rare opportunity to with him many a times. ഞാൻ പല രാജ്യങ്ങൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച്
നമ്മളെല്ലാവർക്കും അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, ഡോക്ടർ കലാം വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ കഷ്ടപ്പാടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു എന്നൊക്കെ നമ്മൾ വളരെ എല്ലാവരും വായിച്ചൊക്കെ അറിയാം. പക്ഷേ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കൊച്ചു കലാമിന് 10 വയസ്സുള്ള കാലം, വളരെ പഠിത്തത്തിൽ വളരെ സമർത്ഥനായ കലാം, ഉമ്മയ്ക്കും വാപ്പയ്ക്കും എല്ലാം വളരെ പ്രിയങ്കരനായ കലാം, രാവിലെ ധനുഷ്കോടി എക്സ്പ്രസ്സിൽ നിന്നും വലിച്ചിരുന്ന പത്രക്കെട്ടുകൾ എടുത്ത് രാമേശ്വരത്തെ തെരുവിൽ കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന ലളിതമായിട്ടുള്ള ഒരു വരുമാനം 10 വയസ്സ് മാത്രമുള്ളപ്പോൾ കൊച്ചു കലാം ഉമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. 2ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തെല്ലാം, നാട്ടിലെല്ലാം പട്ടിണിയാണ്. ആഹാരത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി. റേഷൻ ഗോതമ്പാണ് കിട്ടുക. ഈ ഗോതമ്പ് കൊണ്ട് വൈകുന്നേരങ്ങളിൽ ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തി ഉണ്ടാക്കി ഓരോ ചപ്പാത്തി വെച്ച് മക്കളെ വിളിച്ചിരുത്തി ഉമ്മ ഇങ്ങനെ കൊടുക്കും. എല്ലാ ദിവസവും ഓരോരോ ചപ്പാത്തിയും ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്ത് കുഞ്ഞുങ്ങളെ ഉറക്കും ഉമ്മ. അങ്ങനെയായിരുന്നപ്പോൾ 10 വയസ്സ് മാത്രമുള്ള കൊച്ചു കലാമിന് വളരെ എഗെയിൻ ആൻഡ് എഗെയിൻ വീണ്ടും വീണ്ടും ചോദിക്കും, ഉമ്മ എനിക്ക് ഒരു ചപ്പാത്തിയും കൂടി തരുമോ? ഉമ്മ ഒരു ചപ്പാത്തിയും കൂടി കൊടുക്കും. അങ്ങനെ എല്ലാ ദിവസവും കൊച്ചു കലാം ഓരോരോ ചപ്പാത്തിയും കൂടി മേടിച്ച് കഴിച്ചു. ഇങ്ങനെ ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം സഹോദരൻ ചോദിച്ചു, കലാം, യു ആർ നോട്ട് എ റെസ്പോൺസിബിൾ സൺ, നീ ഉത്തരവാദിത്തമുള്ള ഒരു മകനല്ല. നീ ഉത്തരവാദിത്തമുള്ളൊരു മകനായിരുന്നുവെങ്കിൽ ഉമ്മയെ പട്ടിണിക്കിടുമായിരുന്നില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ കലാം ചിന്തിച്ചു, എന്താണാവോ ഉമ്മയെ ഞാൻ എങ്ങനെ പട്ടിണിക്കിട്ടു? മനസ്സിലായില്ല. വീണ്ടും പറഞ്ഞു, നീ ഡിമാൻഡ് ചെയ്യുമ്പോൾ നിനക്ക് അഡീഷണലായിട്ട് തരുന്ന ഒരു ചപ്പാത്തി അത് ഉമ്മയുടെ വീതമാണ്. ആ ഉമ്മയുടെ ചപ്പാത്തി എടുത്ത് തരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഉമ്മ പട്ടിണി കിടന്നാണ് ഉറങ്ങിയത്. ഒരു ദിവസമല്ല, നിരന്തരമായിട്ട്. പാവം കലാമിന് വളരെ വിഷമായിപ്പോയി. അങ്ങനെയൊന്ന് സംഭവിക്കുക, ഞാൻ മൂലം എൻ്റെ ഉമ്മ പട്ടിണിക്ക് കിടക്കുക. അന്ന് രാത്രി കൊച്ചു കലാമിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്വന്തം മക്കളുടെ വിശപ്പ് ഇത്രമാത്രം വേദനയോടുകൂടി, അതായത് മക്കളുടെ വിശപ്പെന്ന് പറഞ്ഞാൽ അതാണ് ഒരു അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു വേദന. മക്കളെ വിശക്കാൻ പാടില്ല, എൻ്റെ ഉമ്മ എത്രമാത്രം വേദനിച്ചിരിക്കുന്നു എന്നോർത്ത് അന്ന് രാത്രിയിൽ ആ ഉമ്മ ഉറങ്ങുന്ന സമയത്തെ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മകൻ കരഞ്ഞു, ഉമ്മ എനിക്ക് മാപ്പ് തരൂ, എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയ പവർഫുള്ളായ ഒരാളാണ് അമ്മ എന്നുള്ളത്, അല്ലെ ഉമ്മ എന്നുള്ളത് എന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, ആ ഒരു സത്യം അന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞത്. പിന്നെ 94-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിക്കുന്നത് വരെയും എല്ലാം ഉമ്മ തന്നെയായിരുന്നു. ഞാനിതിവിടെ പറയുമ്പോൾ എല്ലാ മക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഡോക്ടർ കലാമിൻ്റെ ഉമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരും അങ്ങനെയാണ്. അങ്ങനെ മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുന്നതിന് സന്നദ്ധത കാണിക്കുന്ന ഒരു സമൂഹമാണ് രക്ഷകർത്താക്കൾ എന്നുള്ള സത്യം മക്കൾക്കറിയില്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ കാര്യങ്ങൾ ഗ്രഹിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു ചാലക ശക്തിയാണ് രക്ഷിതാവ് എന്ന സത്യം തിരിച്ചറിയണം. അതേപോലെ മക്കളും അതുപോലെ മനസ്സിലാക്കുക, എന്ത് വിഷമങ്ങളുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങളിൽ കരുത്, ഞങ്ങളാണ് അവർക്ക് ഏറ്റവും വലുത്, അവരെ ഞങ്ങൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ, അവർ പറഞ്ഞു തരുന്ന ഓരോ വാക്കുകളും ഞങ്ങളുടെ നന്മയ്ക്കാണ് എന്ന സത്യം മക്കളും തിരിച്ചറിയണം. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിന് ഒരു പരിധിവരെയും പരിഹാരം കണ്ടെത്തും. മറിച്ച് ഇന്നത്തെ ഒരു സമൂഹം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഇതിനൊന്നും സമയം കണ്ടെത്താറില്ല. ഒരു കുട്ടിയുടെ കഴിവ് കണ്ടെത്താതെ അവൻ എന്തൊക്കെ പൊട്ടൻഷ്യലുണ്ട്, അവനെക്കൊണ്ട് ഇത് സാധ്യമാകുമോ എന്ന സത്യം തിരിച്ചറിയാതെ വെറുതെ അവരെ പുഷ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരെങ്ങും എത്തപ്പെടാതാവുകയും അവർ തിരിച്ച് സ്വന്തം അച്ഛനമ്മമാരോട് അസ്വസ്ഥതയും വെറുപ്പും വിദ്വേഷമുള്ളവരായി മാറുകയും ചെയ്യും. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓൾ ദീസ് ഡിയർ പേരൻസ്. നിങ്ങളിതൊക്കെ മനസ്സിലാക്കി ഓരോ കുഞ്ഞിൻ്റെ കഴിവുകളെ കണ്ടെത്തുക.
അവർ ആർട്സിലായിരിക്കാം, സ്പോർട്സിലായിരിക്കാം, പഠനത്തിലായിരിക്കാം, എല്ലാത്തിലും ഏതെങ്കിലും ഒരു കഴിവില്ലാത്ത കുഞ്ഞുണ്ടാവില്ല. അവരുടെ കഴിവിനെ കണ്ടെത്തി അവരെ വളർത്തുക. അവരുടെ മനസ്സ് ഫ്രീ ആകും, അവർ സ്വതന്ത്രരാകും, അവർ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾക്ക് അവരെയും സ്നേഹിക്കാൻ കഴിയും. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് സ്റ്റഫിങ് ദ ബ്രെയിൻ ബട്ട് ട്രെയിനിങ് ദ മൈൻഡ്. മനസ്സിനെ സ്റ്റഫ് ചെയ്യല്ല, ഇങ്ങനെ കുത്തിച്ചെലുത്തുന്നതല്ല വിദ്യാഭ്യാസം, മറിച്ച് മനസ്സിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അങ്ങനെ ഒരു വിദ്യാഭ്യാസം നേടിയെടുക്കുകയാണെങ്കിൽ എവരിതിങ് വിൽ ബി ഓക്കെ. അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ഒരു സമയം കഴിഞ്ഞ് എല്ലാവരും വിദേശങ്ങളിലേക്ക് കയറിപ്പോവുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ജീവിക്കാം. ഏതെല്ലാം മേഖലകളാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ളത്? ഏതൊരു മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം. ഏറ്റെടുക്കുന്ന എന്ത് വർക്കായിരുന്നാലും, ബഹുമാനപ്പെട്ട അശോക് സാറൊക്കെ അങ്ങനെയുള്ള ഒരാളാണ്. അദ്ദേഹമൊക്കെ എന്ത് കാര്യം ഏറ്റെടുത്താലും മുഖം നോക്കാതെ പ്രവർത്തനത്തിൽ മാത്രം നിരതനായിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞത്. തന്നെയല്ല, അദ്ദേഹമൊക്കെ ഒരു IAS ഒക്കെ എത്തിയിരുന്ന ഒരാളെന്ന് പറയുന്നത് നിരന്തരമായ വായനയിൽ കൂടി മാത്രമേ അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയൂ. കുട്ടികൾ വായിക്കണം. എത്ര കുട്ടികൾ ഇന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്? എത്ര കുട്ടികൾ വേറെ ബുക്കുകൾ വായിക്കുന്നുണ്ട്? പുസ്തകത്തിൻ്റെ താളുകളിൽ ഒതുങ്ങി ഏതെങ്കിലും ഫിസിക്സിനോ കെമിസ്ട്രിക്കോ മാത്തമാറ്റിക്സിനോ 100 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമായി എന്ന ആ ധാരണ മാറ്റിക്കൊണ്ട് ഏതെങ്കിലും തലത്തിലേക്ക് ഉയരാൻ താല്പര്യമുള്ള കുട്ടികൾ നിറയെ ബുക്കുകൾ വായിക്കുക. അതായത് ഇഫ് യു സ്പെയർ 1 hour എക്സ്ക്ലൂസീവ്ലി ഫോർ ബുക്ക് റീഡിങ് വിത്തിൻ എ 3 years യു വിൽ ബിക്കം ആൻ എൻസൈക്ലോപീഡിയ. ഇറ്റ്സ് നോട്ട്, ഇതെൻ്റെ വാക്കുകളല്ല, ഇത് ഡോക്ടർ കലാമിൻ്റെ വാക്കുകളാണ്. നിങ്ങൾ ബുക്ക് വായിക്കൂ. നിങ്ങൾ നിരന്തരമായി ബുക്ക് വായിച്ചു കൊണ്ടിരിക്കണം. 1 മണിക്കൂർ സ്പെയർ ചെയ്താൽ മതി. വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് യു വിൽ ബിക്കം ആൻ എൻസൈക്ലോപീഡിയ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. സോ ആ ഒരു തലത്തിൽ വായനയിൽ കൂടി, അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ പറഞ്ഞു തരുന്ന, രക്ഷിതാക്കളും കുട്ടികളും തമ്മിലൊരു കൂട്ടായ്മയിൽ കൂടി ഈ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ ലാഘവത്തോടുകൂടി, വളരെ ലളിതമായിട്ട്, വളരെ സന്തോഷകരമായിട്ട് ഈ ഒരു ദൗത്യം നമുക്ക് പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. നിങ്ങൾക്കറിയുമോ, ഒരു സ്കൂളിൻ്റെ അധ്യാപകർ എത്രമാത്രം സ്ട്രെയിൻ എടുത്താലാണ് ഇന്ന് അധ്യാപകർക്ക് ക്ലാസ്സുകൾ നടത്താൻ കഴിയുക എന്നുള്ളത്? ഒരുപക്ഷെ രക്ഷിതാക്കൾ അത്രമാത്രം അത് അറിയുന്നുണ്ടോ എന്നറിയില്ല. ഒരു കാലഘട്ടമുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു പോരായ്മ കാണിച്ചാൽ അവരെ വിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് മോൻ അങ്ങനെ ചെയ്യുന്നു, മോൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ആ കുട്ടിയിൽ അത് ചെയ്യരുതേ എന്നുള്ള ഒരു തോന്നൽ വരും. ഇന്ന് അങ്ങനെ ഒന്ന് ചോദിക്കാൻ പോലുമുള്ള അവസരവും അവകാശവും അധ്യാപകർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ അധ്യാപക വൃന്ദം ഈ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗത്തുമുള്ള ഒരു അരക്ഷിതാവസ്ഥ ഈ ഒരു മേഖലയിലും വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്നേഹിക്കുന്ന അധ്യാപകർ തീർച്ചയായും അവരെ എന്തെങ്കിലും നല്ല തെറ്റുകൾ കണ്ടാൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിനോ, ചിലപ്പം ശകാര രൂപേണ സംസാരിക്കുന്നതിനോ, ഞങ്ങളൊക്കെ അടികെട്ടി വളർന്നവരൊക്കെയാണ് ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 11 മക്കളുണ്ടെങ്കിൽ ഞാൻ 7 മക്കൾ. എൻ്റെ അമ്മ 100ാമത്തെ വയസ്സിൽ, ഷി വാസ് മൈ ടീച്ചർ വെൻ ഐ വാസ് ഇൻ 10th സ്റ്റാൻഡേർഡ്, ഷി വാസ് മൈ ക്ലാസ് ടീച്ചർ. 100ാമത്തെ വയസ്സിൽ ലാസ്റ്റ് ഇയറാണ് മരിച്ചത്. 100 വയസ്സ് തികഞ്ഞപ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ ഞാൻ യാദൃച്ഛികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ, ഇവിടെ കൂടിയിരിക്കുന്ന പൊന്നുമക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. ഈ സ്ഥാപനത്തിൽ എല്ലാവിധ ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്. ആർട്സിനായിരുന്നാലും സ്പോർട്സിനായിരുന്നാലും അതുപോലെ പഠനത്തിനായിരുന്നാലും വളരെ നല്ല നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇതെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. വളരെ വളരെ വർഷങ്ങളായിട്ട് ഞാൻ അതിൻ്റെ പ്രവർത്തനം സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, വളരെ ചിട്ടയോടുകൂടിയാണ് പോകുന്നത്. അതായത് 24 hours ഫാദറിനെ എപ്പോൾ വിളിച്ചാലും എന്തെങ്കിലും ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും അത് അങ്ങനെ ഒരു 24/7 വർക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഒരു നല്ല തലത്തിലേക്ക് ഉയരാൻ കഴിയുന്നത്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓൾ ദീസ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഇന്നത്തെ ഇതിനൊരു അവസരമൊരുക്കുക ഫാദറിനെയും ഇതിൻ്റെ മാനേജ്മെൻറ്റിനെയും കൂടാതെ എൻ്റെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെയും എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കുട്ടികളുടെ ബോർഡ് എക്സാം അടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു പീക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവർ വളരെ സമാധാനമായിട്ട്, അത് ഞാനൊന്ന് പറയുകയാണ്, ബോർഡ് എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ട ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ബോർഡ് എക്സാം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പേടി ഭയമൊന്നും നിങ്ങൾക്ക് വേണ്ട. NCERTയുടെ ടെക്സ്റ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിരന്തരം കുറേ ഗൈഡുകളും നോട്ടുകളും അതും ഇതും എല്ലാം കൂടെ വായിച്ച് എങ്ങും എത്താതെ NCERT ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് പഠിക്കുക. അതിൻ്റെ എവരി നുക്ക് ആൻഡ് കോർണർ ഓഫ് ദ ടെക്സ്റ്റ്
കുട്ടികൾ എല്ലാം മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്ത് പഠിച്ച് അത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. സമാധാനപരമായി പരീക്ഷയ്ക്ക് തയ്യാറാകുക. പഠനത്തിനും അതോടൊപ്പം തന്നെ അത്യാവശ്യം അമ്മമാരെ അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയവും കൊടുക്കുക. നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കാൻ പാടില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.